ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഈ ഒരു 3 സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 തവണ വെച്ചിട്ടെങ്കിലും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയാനും അതേപോലെ തന്നെ മുടിയുടെ വളർച്ചയൊക്കെ പെട്ടെന്ന് തന്നെ ഇരട്ടിയാക്കാൻ സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ പാക്കാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉലുവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഓരോരുത്തരുടെ മുടിയുടെ ലെങ്ത്തിനും തിക്കിനും അനുസരിച്ച് അളവ് കൂട്ടിയും കുറച്ചിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് കാലത്ത് വെച്ച ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ്. ഇനി ഉലുവയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് അധികം കഞ്ഞിവെള്ളം ഇതേപോലെ ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഈ ഒരു പരിപാടി നിങ്ങൾ തലേ ദിവസം ചെയ്ത് വെക്കാം. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഉലുവയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു തിക്നെസ്സൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഉലുവ കുതിർത്ത് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുറച്ച് അധികം വെള്ളത്തിൽ കുതിർക്കാനായിട്ടും മറക്കരുത്. ഇനി അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് സബോളയാണ് കേട്ടോ. മീഡിയം സൈസിലുള്ള ഒരു സബോള ഇതേപോലെ എടുക്കുക. ഇനി നിങ്ങൾക്ക് സബോള ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം ചുവന്നുള്ളി എടുക്കണോണ്ട് യാതൊരു കുഴപ്പമില്ല. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആര്യവേപ്പാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള ആര്യവേപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിയായാലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ 10 തണ്ടോളം ആര്യവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇനി സബോളയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതേപോലെ തന്നെ ആര്യവേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ തണ്ടിൽ നിന്ന് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സബോളയും ആര്യവേപ്പിലയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന ഉലുവയും ആ മുഴുവനായിട്ടുള്ള കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ പേസ്റ്റ് പോലെ നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നെങ്കിൽ കഞ്ഞിവെള്ളം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം കുറച്ച് ചേർത്തിട്ട് ഇതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഈ അരച്ചെടുത്ത പാക്ക് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുക്കാതെ ഒരിക്കലും നിങ്ങൾ ഏതൊരു പാക്കായാലും ഉപയോഗിക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതലും നമ്മൾ ഉലുവ ചേർത്തുള്ള പാക്കുകളാകുമ്പോൾ നമ്മുടെ തലയിൽ ഒട്ടിപ്പിടിക്കാനും അതേപോലെ തന്നെ മുടിയിലായാലും നന്നായിട്ട് ഇതിൻ്റെ ആ ചെറിയ ചെറിയ അരയാത്ത ഭാഗങ്ങളോ അങ്ങനത്തെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് മുടിയിൽ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ നമുക്ക് താരൻ അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇനി ഇതുപോലെ ഒരു ബൗൾ വയ്ക്കുക. അതിലേക്ക് നല്ല വൃത്തിയുള്ളൊരു തുണിയും കൂടി വെച്ചിട്ട് ഈ ഒരു പാക്ക് അതിലേക്കൊന്ന് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ പാക്കൊക്കെ കൂടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു ക്രീം പരുവത്തിലാണ് ഈ ഒരു പാക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ആവണക്കെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവണക്കെണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നമുക്ക് 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ മുടി ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ നമ്മുടെ മുടിയുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ ലെങ്ത്തിലായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നൈറ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ മുടിയിൽ അധികം ജടയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിച്ചിട്ട് മുടിയിൽ ജട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രം ഏതൊരു പാക്കായാലും അതേപോലെ തന്നെ ഓയിലായാലും നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കെട്ടുള്ള മുടിയിൽ കൂടുതലായിട്ട് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുക അതേപോലെ തന്നെ എണ്ണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മുടി കൊഴിച്ചിൽ അതേപോലെ തന്നെ വേരോട് മുടി പറഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും നമ്മൾ മുടിയിലെ ജട കളഞ്ഞിട്ട് കെട്ടിവെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഈ പാക്ക് ഉപയോഗിക്കേണ്ടതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പാക്ക് ഇതേപോലെ നമ്മുടെ സ്കാൽപ്പ് ഓരോ സെക്ഷനാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ ഈ ഒരു പാക്ക് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നെറ്റി കയറുന്ന പ്രശ്നമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ആവുന്ന രീതിയിൽ ഈ ഒരു പാക്ക് തേച്ച് പിടിപ്പിക്കുക.
ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ 2 തവണ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും മുടിയുടെ വളർച്ചയൊക്കെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടും ഈ ഒരു പാക്ക് വളരെ നല്ലതാണ്. ഉലുവ കുതിർക്കാനായിട്ടും അതേപോലെ തന്നെ ഈ ഒരു പാക്ക് അരച്ചെടുക്കാനായിട്ടും എന്തായാലും നിങ്ങൾ കഞ്ഞിവെള്ളം തന്നെ ഉപയോഗിക്കുക കേട്ടോ. കഞ്ഞിവെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾ സാധാരണ വെള്ളമോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. കഞ്ഞിവെള്ളം തന്നെ ഉപയോഗിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. കഞ്ഞിവെള്ളം നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നാച്ചുറലായിട്ട് മുടിക്ക് ഒരു കണ്ടീഷൻ നൽകാനൊക്കെ ആയിട്ട് സഹായിക്കും. ഉലുവയായാലും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മുടിയുടെ വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട്, ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ പുതിയ മുടികൾ വരാൻ വേണ്ടിയിട്ടായാലും ഉലുവ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ സബോളയായാലും നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കാനും ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും താരൻ കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കും. ഇനി നമ്മുടെ ആര്യവേപ്പായാലും താരൻ മാറാൻ, തലയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കുരുക്കളോ ഫംഗസ് ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിക്കും. ഈ ഒരു പാക്ക് കൊണ്ട് മാത്രം നമ്മുടെ മുടിയുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കും കേട്ടോ. ഇനി എത്ര വളരാത്ത മുടിയായാലും ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിൽ കൂടുതലുള്ളവരാണെങ്കിൽ പോലും ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ 2 തവണ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ആവണക്കെണ്ണയായാലും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ സ്കാൽപ്പിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുടിയുടെ ലെങ്ത്തിലും കൂടി അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കെട്ടി വെക്കാം കേട്ടോ. 20 മിനിറ്റ് വെക്കുക. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. അപ്പോൾ 20 മിനിറ്റിലും കൂടുതലായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഉലുവ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു 20 മിനിറ്റെങ്കിലും വെക്കുക. അതിനുശേഷം നന്നായിട്ട് കുറച്ചധികം വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് ഹെയർ വാഷ് ചെയ്തതിൻ്റെ റിസൾട്ടും കൂടി ഒന്ന് കാണാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട്. നന്നായിട്ട് തന്നെ നമ്മുടെ മുടിക്ക് ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിൽ കുറയാൻ വേണ്ടിയിട്ട്, ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, താരൻ മാറാൻ വേണ്ടിയിട്ട് ഒക്കെ ഉള്ളൊരു അടിപൊളി അയച്ചുള്ളൊരു പാക്കാണിത്. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ 2 തവണ വെച്ചിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുക. ഇനി എത്ര വലിയ മുടി കൊഴിച്ചിൽ ഉള്ളവരാണെങ്കിലും അതേപോലെ തന്നെ മുടി വളരുന്നില്ല, മുടിക്ക് തീരെ ഉള്ളില്ല എന്നുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും ഈ ഒരു പാക്ക് നിങ്ങൾ ഒരു മാസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അല്ലെങ്കിൽ ഏറിപ്പോയ നിങ്ങൾ 2 ആഴ്ചയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. നല്ല അടിപൊളി ആയിട്ടുള്ള റിസൾട്ട് ആവട്ടെ നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാതെ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത്.